ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ കാറിൻ്റെ AC വെൻറ്റിലൊക്കെ മൊത്തം പൊടി അഴുക്കൊക്കെ ആയിരിക്കും. ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതിനകത്ത് ഇവിടെയും കാണുന്നുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഇത്, മോട്ടോ മാക്സിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് ഇളക്കിയിട്ട് വേണം ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ ആയാലും മതി. ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇത് വെച്ച് ജസ്റ്റ് ഈ സൈഡൊന്ന് തെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് സൈഡ് തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇളകി വരും. കണ്ടോ, ഇളകി വരും. ഇപ്പം കാണാൻ സാധിക്കും മൊത്തം പൊടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഡാഷ്ബോർഡ് ക്ലീനർ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി, ഇത് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഞാനിപ്പം ജസ്റ്റ് ഈ ഭാഗത്ത് ഞാൻ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സ്പോഞ്ചാണ്. ഓൾറെഡി ഞാൻ ഇത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് വെച്ച് എടുക്കുക. ജസ്റ്റ് AC വെൻറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. കാണാൻ പറ്റും. ഇതല്ലെങ്കിൽ സാധാ കോട്ടൺ തുണിയായാലും മതി, ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതെ, ഇത്രയും ഡസ്റ്റാണ് ഇതിനകത്തിരിക്കുന്നത്. വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അത്രയ്ക്ക് മോശമായിട്ടുണ്ട്. രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുത്ത കൂളിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ 2 വരുന്നുണ്ട്, അവിടെ 1 വരുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഇളക്കി ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് സൈഡൊന്ന് തിക്ക് ചെയ്താൽ മതി. അത് ഇളക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് വലിയ പൊടിയില്ലെങ്കിലും അകത്തെ ഭാഗത്ത് നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചാൽ മതി. ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അടുത്തും കൂടെ അളക്കണം. അതും ഇതുപോലെ സൈഡ് ജസ്റ്റ് തിക്ക് ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഞാൻ കാണാൻ സാധിക്കും പൊടിയും പുട്ടൊക്കെ ഇരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ആണ് കുറച്ച് കൂടുതൽ അഴുക്കിയിരിക്കുന്നത്, അതും ഇപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഓൺലൈനൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ജെല്ലൊക്കെ മേടിച്ച് ഈ വെൻറ്റ് ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഈ തുണിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ജെല്ലും കില്ലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഡാഷ്ബോർഡ് ക്ലീനർ ഒരെണ്ണം മേടിച്ചാൽ അത്ര ഉപകാരം. ഇപ്പോൾ ഞാൻ AC ഇട്ടേക്കാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ ക്ലീനർ മേടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം AC വെൻറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ.